الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا ونشهد أن لا إله إلا الله وحده نصر عبده وأعز جنده وهزم الأحزاب وحده اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أو يدسه في التراب ألا ساء ما يحكمون. صدق الله العلي العظيم. ഇത്രയും സ്നേഹത്തോടെ നിറഞ്ഞ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ആദർശ വഴിയിൽ ജീവിതം സമർപ്പിച്ച സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, സ്നേഹനിധിയായ നാഥന്റെ വിധി വിലക്കുകൾ സസൂക്ഷ്മം സംതൃപ്തിയോടെ ജീവിതത്തിൽ പുലർത്തി മുമ്പോട്ട് പോകണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിയാറുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു വെച്ച വിഷയത്തിൽ ഉദ്ധരിച്ച ഒരു ചരിത്രപരമായ ഉദ്ധരണി, ഇന്നൽ ഈമാൻ അല്ലദീ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഈമാൻ ഉണ്ടെങ്കിൽ, ഈമാൻ മനസ്സിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കർമ്മത്തിലൂടെ, അമലിലൂടെ പ്രകടമാകുന്നതാണ്, അനുഭവപ്പെടുന്നതാണ്. അങ്ങനെ ഈമാൻ നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവേദ്യമാകുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി എടുത്തു പറഞ്ഞൊരു കാര്യം, അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ ഖുതുബയിലൂടെ ആഗ്രഹിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ ഭരണവ്യവസ്ഥയും ഭരണകൂടങ്ങളെ കുറിച്ചും അധികാരത്തെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുകയും ആലോചിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അത്തരം സിസ്റ്റങ്ങളുടെ ഒക്കെ ഒരു വാല്യൂ, ക്വാളിറ്റി വിലയിരുത്തുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ടൂളായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഒരു വിശ്വാസിയുടെ ഈമാനെ കുറിച്ച് പറഞ്ഞു, അക്മൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. ഈമാൻ ഏറ്റവും പൂർത്തീകരിക്കപ്പെട്ട വ്യക്തി നല്ല സ്വഭാവമുള്ളവരാണ്. അത് എങ്ങനെ പ്രകടമാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖിയാറുക്കും, നിങ്ങളുടെ നല്ല ആളുകൾ ആരാണ്? ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. ഇത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് പ്രകടമാകുന്ന ഒന്ന് നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു. സവിശേഷമായിട്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ പള്ളിപ്രവേശനത്തെ കുറിച്ചൊക്കെ സമുദായം വീണ്ടും ചർച്ചയിൽ ഏർപ്പെടുന്ന സാഹചര്യത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം ചരിത്രപരമായി സ്ത്രീകളുടെ സാമൂഹികപരമായിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഉയർച്ച, അതിന് ഇസ്ലാം നൽകിയ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഘട്ടത്തില് ലോകപ്രശസ്തനായ ചിന്തകൻ അലി ശരീഅത്ത് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ജാക്കിസ് ബർക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റു യുഗത്തിലെയും പരിതസ്ഥിതിയിലെയും പ്രശ്നങ്ങളെ സ്വന്തം കാലഘട്ടത്തിന്റെയും പരിതസ്ഥിതിയുടെയും കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നവന് യാഥാർത്ഥ്യങ്ങളെ അവയുടെ തനിമയിൽ കാണാൻ പറ്റുകയില്ല. അവൻ പറയുന്നത് അത്രയും അസംബന്ധവുമായിരിക്കും. എന്ന് പറഞ്ഞാല് പലപ്പോഴും സമൂഹത്തിൽ ഇസ്ലാം സ്ത്രീകളെ അരികുവൽക്കരിക്കുന്നു, പരിഗണന കൊടുക്കുന്നില്ല, ഇങ്ങനെ നിരന്തരമായ യുക്തിവാദികളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരു വളരെ ചരിത്രപരമായ ഒരു ഘട്ടത്തിൽ ഇസ്ലാം നിർവഹിച്ച ദൗത്യത്തെ കുറിച്ച് മനസ്സിലാവണമെങ്കിൽ അന്ന് യഥാർത്ഥത്തിൽ സാമൂഹിക അവസ്ഥ എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സംക്ഷിപ്തമായി പറഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനില് അതിനെക്കുറിച്ച് പറയുന്നത് സൂറത്തുൻ നഹ്ലിൽ പറയാണ് ആ സമൂഹത്തിന്റെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ആ സമൂഹത്തിന്റെ സമീപനം, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. ഖുർആൻ പറയാട്ടോ, അവൽ ഒരാൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടാകുമെന്ന ബുശ്ശിറ, ഖുർആൻ പറയുന്നത് സന്തോഷ വാർത്തയാണ്, അവർക്ക് ദുഃഖ വാർത്തയാണ്. അങ്ങനെ അറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മുഖം കറുത്തിരുണ്ടു പോകും, അവർ ദുഃഖം കടിച്ചമർത്തും എന്ന് പറയുന്നത് അറിയിക്കപ്പെട്ട സന്തോഷ വാർത്ത, അത് സന്തോഷ വാർത്തയാണ്, അങ്ങനെ ഖുർആൻ പഠിപ്പിക്കുന്നത്. പക്ഷേ അവർക്കത് ദുഃഖ വാർത്തയായത് കാരണം അവർ ജനങ്ങൾ നോടിയകലും. രണ്ട് ഓപ്ഷൻ അവർക്ക് ഉണ്ടാവുകയുള്ളൂ, ഒന്നുകിൽ അപമാനം സഹിച്ച് മോളെ പിടിച്ച് വീട്ടിലിരിക്കാം, പുറത്തിറങ്ങാൻ പറ്റൂല, തലയുയർത്തി അടക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചു മൂടാം. ഇങ്ങനൊരു സാമൂഹിക സാഹചര്യത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറയുന്നവരാണ് ഈ സമൂഹത്തിന്റെ പകുതിയാണ്. ഈ സമൂഹത്തിന്റെ പകുതിക്ക് ജന്മം നൽകുന്നവരും അവരെ പോറ്റി വളർത്തുന്നവരുമാണ് എന്ന യാഥാർത്ഥ്യ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അന്നത്തെ ഒരു സാമൂഹിക അവസ്ഥയെ കുറിച്ച് സംശയത്തായി പറഞ്ഞാല് റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളാണ് അറബിയുടെ രണ്ട് വശത്തും ഉണ്ടായിരുന്നത്. അവരിലെ സ്ത്രീകൾക്ക് അങ്ങേയറ്റം ദുരിതമനുഭവിക്കുകയും അവർ നരകതുല്യമായ ജീവിതം നയിച്ചിരിക്കുന്ന ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രാചീന ബാബിലോണിൽ നടപ്പിലിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ അതിനെക്കുറിച്ച് പറയുന്നത്, പിതാവിന് തന്റെ ഇഷ്ടം പോലെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഏൽപ്പിക്കുകയോ ചെയ്യാമായിരുന്നു. അന്നത്തെ ഒരു നിയമവ്യവസ്ഥയാണത്. ഇനി ഒരാള് മറ്റൊരാളുടെ മകളെ വധിച്ചു എന്ന് വിചാരിക്കുക, അപ്പൊ ഘാതകനെയല്ല കൊല്ലുക, അദ്ദേഹത്തിന്റെ മകളെ കൊന്നുകളയുന്നു. ഹമ്മുറാബിയുടെ അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതായിരുന്നു. യവനന്മാർക്കിടയിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു, തീക്കും പാമ്പിനും പ്രതിവിധിയുണ്ട്, സ്ത്രീക്ക് യാതൊരു ചികിത്സയുമില്ല. റോമ് നമ്മൾ ഇന്നത്തെ യൂറോപ്പിന്റെ എല്ലാവിധ ചരിത്രപരമായിട്ടുള്ള പിന്നാമ്പുറങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എത്തുക റോമിലാണ്, അല്ലെ? റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ എന്ന് ചരിത്രപരമായി പറയാറുണ്ട്. റോമിന്റെ ചരിത്രം അത്രയും പ്രസിദ്ധമാണ്. എന്നാൽ റോമിലെ നിയമപ്രകാരം സ്ത്രീയുടെ അവസ്ഥ എന്നുള്ളത്, ഒരു കുടുംബനാഥൻ, അത് പിതാവാകട്ടെ ഭർത്താവാകട്ടെ, അവർക്ക് പൂർണ്ണമായ അധികാരം സ്ത്രീകളുടെ മേലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല,
തന്റെ ഇഷ്ടപ്രകാരം സ്ത്രീയെ കൊന്നുകളയാൻ പോലും അവർക്ക് അവകാശമുണ്ടായിരുന്നുവെന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സമ്പ്രദായം നമുക്കറിയാം. ചിതയിൽ ചാടി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വിഡോസായ സ്ത്രീകൾ, വിധവകൾ ചിതയിൽ ചാടി മരിക്കേണ്ടതുണ്ട്, അല്ലെ? ഇന്നും മധ്യപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ വേറെ അർത്ഥത്തിൽ ആചാരം പിന്തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദൗത്യം മറ്റൊരർത്ഥത്തിൽ നിർവഹിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇങ്ങനെ ഓരോന്നും നമുക്ക് പരിശോധിച്ചാൽ ദേവദാസി സമ്പ്രദായത്തിൽ നമുക്കറിയാം. ദേവദാസി സമ്പ്രദായത്തിലൂടെ സ്ത്രീകളെ വേശ്യകളാക്കി മാറ്റുന്ന ആ അർത്ഥത്തിൽ മതപരമായ രീതിയിൽ പോലും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സമ്പ്രദായം നമുക്കറിയാവുന്നതാണ്. ഇനി വേദഗ്രന്ഥങ്ങൾ, അഹ്ലു കിതാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ജൂതന്മാരെ കുറിച്ച് പറയും. യഥാർത്ഥത്തിൽ സ്ത്രീ അല്ലെങ്കിൽ ഹവ്വാ ബീവിയെ കുറിച്ച് ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന എന്താണ്? പിന്നീട് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാരണക്കാരി ഹവ്വാ ബീവി നടത്തിയ ദുർബോധനമാണ്. അവിടെ പിശാചിനേക്കാൾ പ്രതിഷ്ഠിക്കുന്ന ആരെയാണ്? ഹവ്വ എന്ന സ്ത്രീയെയാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് ഇങ്ങനെ പല അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടിമ സ്ത്രീയെ കൊടുത്ത മുഖൗഖിസ് രാജാവിനെ കുറിച്ച് നമുക്കറിയാം. അല്ലെങ്കിൽ സ്ത്രീകളുടെ ജൈവികമായ അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് കന്യാസ്ത്രീകളാക്കിയിട്ട് അല്ലെങ്കിൽ സേവകരാക്കിയിട്ട് ദീർഘകാലം ഒരു മനുഷ്യന്റെ ജൈവികമായ ചോദനകളെ പോലും അടിച്ചമർത്തുന്ന റചനകളെ കുറിച്ച് നമുക്കറിയാം. ഇങ്ങനെ ഒരു സോഷ്യൽ കോണ്ടക്സ്റ്റിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി സമൂഹത്തോട് സംസാരിക്കുന്നത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുക, ഈ വിമോചനത്തിന് വേണ്ടിയുള്ള സംസാരത്തെ പോലും വിശ്വാസികൾ പോലും എത്രത്തോളം മൂല്യവത്തായി കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിരന്തരമായി സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ്, നമ്മുടെ പ്രിയ ഹബീബിനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വിവാഹത്തെ കുറിച്ച് ഒരു പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അന്നിസാ. നമ്മൾ നോക്കണ്ട കേട്ടോ, ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പ്രസ്താവനയാണ്. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അന്നിസാ. നിങ്ങളുടെ ദുനിയാവില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീകളാണ്. ഇത് പറയുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ഷോക്കാവും. യഥാർത്ഥത്തിൽ അന്നത്തെ ഇത്രയും കലുഷിതമായ സാമൂഹിക സാഹചര്യത്തിൽ ഒരു വിപ്ലവകാരി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണിത്. അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ആർക്കും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പറയുന്ന സുഗന്ധം നമസ്കാരത്തിൽ എനിക്ക് കൺകുളിർമ നൽകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അർത്ഥത്തില് സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സാമൂഹിക ഉന്നമനം വിശ്വാസികളുടെ തന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടികളായ ആ സൃഷ്ടികളിലെ പകുതിയോളം വരുന്ന അല്ലെങ്കിൽ പകുതിയിലധികം വരുന്ന, ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ സ്ത്രീകളാണ് കൂടുതലുള്ളത്, ബാക്കിയുള്ളവരെ ജന്മം നൽകി പോറ്റു വളർത്തുന്ന ആ സ്ത്രീകളുടെ ഔന്നത്യത്തെ കാത്തു സൂക്ഷിക്കുക, അവരുടെ സാമൂഹിക പദവി ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അർത്ഥത്തിൽ പ്രായോഗികമായിട്ട് പോലും പണിയെടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വാല്യൂ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഇന്നത്തെ സമൂഹത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കേണ്ടത് വിശ്വാസികളുടെ ദീനീപരമായ ബാധ്യതയാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സിലുള്ള ഈമാൻ അമൽ നമ്മുടെ കർമ്മത്തിലൂടെ പ്രതിഫലിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണെന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്നുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നിയമങ്ങൾ, അല്ലെ ഇസ്ലാമിലെ പല നിയമങ്ങളെ കുറിച്ചും യുക്തിവാദികൾ പലതും പറയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അനന്തരാവകാശം. അനന്തരാവകാശത്തെ കുറിച്ച് സൂറത്തു നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. പുരുഷന് 2 സ്ത്രീകളുടെ വിഹിതമാണ്. അല്ല, ഇങ്ങനെ ആളുകൾ പറയും, പുരുഷന് 2 സ്ത്രീകളുടെ വിഹിതമാണ്. അനന്തരാവകാശത്തിന്റെ വ്യത്യസ്ത ചെയിനുകൾ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്ത്രീക്കും പുരുഷനും ആ അർത്ഥത്തിൽ വ്യത്യാസമില്ലാത്ത ചെയിനുകളും താഴേൽ വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം വന്നത്? അതിന് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഏതോ ഒരു കാലത്തേക്ക് മാത്രം പരിമിതമല്ല. മനുഷ്യന്റെ ജൈവികമായ എല്ലാവിധ പ്രകൃതിപരമായ സംഗതികളെയും മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം നിശ്ചയിക്കുന്ന നിയമമാണ്. ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് എപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ കിട്ടിത്തുടങ്ങിയത്? ഇതിൽ നമുക്കറിയാം, മുസ്ലിങ്ങൾക്ക് അവരുടെ പേഴ്സണൽ ലോസിൽ, അല്ലെ വിവാഹം, അനന്തരാവകാശം,
അല്ലെങ്കിൽ വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങളിൽ ഇസ്ലാമിക നിയമത്തെ പിന്തുടരാനുള്ള അധികാരമുണ്ട്. പക്ഷേ മറ്റ് ഇടങ്ങളിൽ വരുന്നത് കോമൺ ലോ ആണ്. അതിൽ ഹിന്ദു നിയമപ്രകാരം 2005 യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്? ആ നിയമത്തിൽ ഇങ്ങനെ പറയുന്നത്, ഹിന്ദു വിമൻ കുഡ് നൗ ബിക്കം കോപ്പാസണേഴ്സ് ഇൻ എ സക്സഷൻ ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് ദി പാട്രിയാർക്ക് ആൻഡ് ഹോൾ ഈക്വൽ ഡിസ്പോർഷണറി റൈറ്റ്സ് ടു ദി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 2005 ഹിന്ദു അമെൻമെന്റ് ആക്ട് പ്രകാരം സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തുല്യമായ അവകാശം ഹിന്ദു നിയമപ്രകാരം ലഭിക്കുന്നത്. 1956 വന്ന ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം വിമൻ കൻ ഓൾസോ ഇൻഹെറന്റ് പ്രോപ്പർട്ടി ആസ് കോപേഴ്സണേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും കാലം സ്ത്രീകൾക്ക് എന്തില്ല, അനന്തരാവകാശത്തിൽ ഒരു റോളുമില്ല. 1956 വരെ കേട്ടോ. 1956 അവർക്ക് അനന്തരാവകാശത്തിൽ വിഹിതം തന്നെ യഥാർത്ഥത്തിൽ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമത്തിന്റെ പ്രത്യേകത എന്താ? 1956 മാത്രം വരുന്നതല്ല, മറിച്ച് 1400 വർഷം മുമ്പ് തന്നെ സ്ത്രീകൾക്ക് അനന്തരാവകാശത്തിന്റെ ഓരോ ചെയിനുകളും പരിശോധിച്ചാൽ കൃത്യമായ ജൈവികമായി അർഹതപ്പെട്ട അവകാശങ്ങൾ ഇസ്ലാം നൽകിയിരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുക എന്താ, യഥാർത്ഥത്തിൽ ഈ ചരിത്രപരമായ വസ്തുതയെക്കുറിച്ച് നമുക്ക് പോലും അറിവില്ല. എന്ന് പറഞ്ഞാൽ ഇസ്ലാം അത് യഥാർത്ഥത്തിൽ അള്ളാഹു നിശ്ചയിച്ച നിയമമാണെങ്കിൽ അത് എല്ലാ കാലത്തേക്കും മനുഷ്യന്റെ എല്ലാ ജൈവികമായ പ്രകൃതിപരമായ ആവശ്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാം മുമ്പോട്ട് പോകാൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനൊരു സാമൂഹിക സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതിനെങ്ങനെ മറികടന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെ മറികടന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഓരോ വശങ്ങളിൽ നമുക്കത് കാണാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി എടുത്തു പറഞ്ഞു, തന്റെ ജീവിതത്തിലൂടെ അത് പ്രായോഗികവൽക്കരിച്ച് കാണിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രാചീന കാലത്ത് യഥാർത്ഥത്തിൽ സ്ത്രീകളോട് ഒരു കാര്യങ്ങളെ കുറിച്ച് പോലും ഞങ്ങൾ കൂടിയാലോചിക്കുമായിരുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കല് ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് ആളുകളോട് എന്ത് ചെയ്യുന്നു, കുറച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്ന് അതിൽ ഇടപെട്ടു. അതിലെന്തോ അഭിപ്രായം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വൈഫ് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ ഹഫ്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി, നിങ്ങളുടെ മകൾ ഹഫ്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം പറയൽ മാത്രമല്ല തർക്കിക്കാറും ദേഷ്യപ്പെടാറും പോലുണ്ട്, പിന്നെ എനിക്കെന്താണ് എന്ന് പറഞ്ഞാല് അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്പേസിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ പരിഗണിക്കുക നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ പരിഗണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് ആയിഷ ബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, മക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതി എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് പരിഹരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീട്ടിൽ എന്താ പരിപാടി? അപ്പൊ പറയുന്നത് എന്താ, കാന യഖീതു സൗബഹു വയക്സിഫു നഅലഹു വയഅമലു മാ യഅമലു റിജാലു ഫീ ബുയൂതിഹിം, വസ്ത്രമലക്കും ചെരുപ്പ് തുന്നും ചെയ്യാവുന്ന പണികളൊക്കെ ചെയ്യും. ഒരു ഹദീസ് പറയുന്നുണ്ട്, കാന യകൂനു ഫീ ഖിദ്മതി അഹ്ലിഹി ഔ ഫീ മിഹ്നതി അഹ്ലിഹി, തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ മെഹ്നത്ത് പരിശ്രമത്തിൽ ഏർപ്പെടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ആ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണെന്ത്, എങ്ങനെയായിരിക്കണം നമ്മളുടെ സ്ത്രീകളെ നമ്മൾ പരിഗണിക്കേണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധപൂർവം ആ സമൂഹത്തിൽ അന്ന് നിലവിലുള്ള റോമും പേർഷ്യയും പോലുള്ള സാമ്രാജ്യങ്ങള്, അതേപോലെ തന്നെ അന്നത്തെ ഭാരതം, അന്നത്തെ ചൈനീസ് സംസ്കാരം, അന്നത്തെ യവന സംസ്കാരം, ഇവരൊക്കെ സ്ത്രീകളെ അടിച്ചമർത്തിയ ഒരു സാമൂഹിക സാഹചര്യത്തിൽ അവരുടെ അവകാശങ്ങൾക്കും ഉന്നമനത്തിനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുക മാത്രമല്ല അത് യഥാർത്ഥത്തിൽ വിശ്വാസപരമായ ബാധ്യതയാണെന്ന് കൂടി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിന് ഏറ്റുപിടിക്കേണ്ടത് വിശ്വാസികളെന്ന് മാത്രമല്ല ഇന്ന് സമൂഹത്തിൽ ഇത്തരം അവകാശങ്ങൾക്ക് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അത് ഏറ്റവും സ്പേസ് നൽകേണ്ട എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സവിശേഷമായി പ്രകടിപ്പിച്ച ഒന്നാണ് അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അല്ലെ? അള്ളാഹുവിന്റെ ഭവനങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയും നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്കറിയാം അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ സ്ത്രീകളുടെ പ്രസൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടുന്നില്ല. ഇമാം ഷാഫി റഹ്മഹുല്ലാ
ഷാഫിഈ മദ്ഹബിന്റെ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹുൽ ഇജ്മാ, ഇബ്നു മുൻദിറിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരും ഇജ്മാ സ്വീകരിച്ച ഒരു കാര്യം, അല അന്നഹ ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅ ജാസ, എന്ന് പറഞ്ഞാല് സ്ത്രീകൾ ജുമുഅക്ക് പങ്കെടുക്കുകയും അവൾ നമസ്കരിക്കുകയും ചെയ്താൽ അനുവദനീയമാണ് എന്ന് ഇജ്മാ ഉണ്ടെന്ന് ഇബ്നു മുൻദിർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ഉദ്ധരിക്കുന്നത് ശർഹുൽ മുഹദ്ദബിലാണ് ഈ ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയുക. എന്നിട്ട് പറയുന്നുണ്ട്, വഖദ് സബത്തത്തിൽ അഹാദീസു സ്വഹീഹൽ മുസ്തഫീല അന്ന നിസാഅ കുന്ന യുസല്ലീന ഖൽഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദിഹി. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അന്നത്തെ കാലത്തിൽ സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ പള്ളിയിൽ നമസ്കരിച്ചിട്ടുണ്ട്. വലി അന്നൽ ഇഖ്തിലാത്ത് നിസാഇ വബിർരിജാലി ഇദാ ലം യകുൻ ഖൽവതൻ ലൈസ ബിഹറാം. അന്നത്തെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അന്ന് രണ്ട് ഇടങ്ങളിൽ പോലും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ പള്ളിയിൽ മുമ്പിൽ പുരുഷന്മാർ നമസ്കരിക്കുകയും അതിന്റെ പുറകിലായി സ്ത്രീകൾ നമസ്കരിക്കുകയും എന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് വേറെ ഹദീസിൽ പറയുന്നുണ്ട്, കുന്ന നിസാഉൽ മുഅ്മിനാത്ത് യശ്ഹദന മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഇതിന്റെ ഉദ്ധരണി നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരി എന്ന ഉദ്ധരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളായ മുഅ്മിനാത്തുകളായ സ്ത്രീകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഫജ്ർ നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടതായി, അങ്ങനെ നമസ്കരിച്ച ആയിഷ റളിയല്ലാഹു ഉദ്ധരിക്കുകയാണ്. സുമ്മ യൻഖലിബ്ന ഇലാ ബുയൂതിഹിന ഹീന യഖ്ളീന സ്വലാത്ത്. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്ത ഉദ്ധരണികൾ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ഹദീസിൽ പറയാണ്, ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി ഉരീദു അൻ ഉതീലഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നമസ്കാരം ദീർഘിച്ച് നമസ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കും. ഫഅസ്മഉ ബുകാഅ അസ്സബിയ്യി ഫഅതജവ്വസു ഫീ സ്വലാത്തി ഖശ്യത അൻ തുഫ്തന ഉമ്മഹു. ഞാൻ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് സ്വഹീഹ് ഹദീസാണ്. ദീർഘമായി നമസ്കരിക്കാൻ ഉദ്ദേശിക്കും. പക്ഷേ നമസ്കരിച്ചു തുടങ്ങുമ്പോൾ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അത് അവരുടെ ഉമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നമസ്കാരം ഞാൻ ചുരുക്കും. സ്വഹീഹ് ഹദീസിൽ ഉദ്ധരിക്കുന്നതാണ്. അറിയില്ല, യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ലോകത്തുടനീളമുള്ള പള്ളിയിൽ, മസ്ജിദുൽ ഹറാം ഉൾപ്പെടെ പള്ളികളിൽ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കാലത്ത് പോലും ഈ അർത്ഥത്തിലുള്ള വാദങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നതിനെ കുറിച്ച് നമ്മൾ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തിൽ നിർവഹിച്ച ഈ ദൗത്യം ഇന്ന് ഏറ്റെടുക്കേണ്ട നമ്മൾ ഖുർആനും സുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ആ ദൗത്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഇന്ന് സമൂഹത്തിൽ സവിശേഷമായിട്ട് നമുക്കറിയാം ചില കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകൾക്ക് യഥാർത്ഥത്തിൽ പരിഹാരം നൽകേണ്ട നമ്മളാണെന്ന ബോധ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനികമായ ജീവിതം നയിക്കാൻ, ഈമാൻ മനസ്സിൽ മാത്രം ഒതുക്കി നിർത്താതെ നമ്മുടെ കർമ്മപഥത്തിലും ഈമാനികമായ ഉണർവ് പ്രകടമാകുന്ന രീതിയിൽ യഥാർത്ഥ മുത്തഖികളാകാൻ വിശ്വാസികൾ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് അസ്തഗ്ഫിറു ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العليم. ഇത് കൂടെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ആരുടെ വർത്തമാനങ്ങളെക്കാളും അള്ളാഹുവിൻ്റെയും അവൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾക്ക് മുൻഗണന നൽകി ജീവിക്കണമെന്നും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചാൽ
സൂറത്തുൽ ബഖറയിൽ ഒരു ഉദ്ധരണിയുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നല്ല പരലോകത്തെത്തുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയും, അവർ പിന്തുടരുന്ന നേതാക്കൾ, ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയുകയില്ല, നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. അവർ പിന്തുടരുന്ന നേതാക്കൾ അവരെ തള്ളി പറയുന്ന ഒരു സന്ദർഭത്തിൽ വിശ്വാസികൾ പറയും, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തെറ്റായ രീതിയിൽ പിന്തുടരുന്ന ആളുകൾ പറയും, ലൗ അന്ന ലീ കർറ ലനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. എന്താ പറയാ, പ്രശ്വനെ ഞങ്ങൾ ജീവിതം മുഴുവൻ പലപ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിയും വിവേചനശേഷിയും നൽകിയിട്ട് അതനുസരിച്ച് മനസ്സിലാക്കാതെ ഞങ്ങൾ ഒരു വിഭാഗം ആളുകളെ പിന്തുടർന്നു പോയി. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് യഥാർത്ഥ വഴി മനസ്സിലാക്കി പിന്തുടരും. അല്ലാഹു പറയാണ്, കദാലിക നുരീഹിമുല്ലാഹു അഅ്മാലഹും ഹസ്റതൻ അലൈഹിം. അവരുടെ അമലുകൾ അവർക്ക് നഷ്ടകരമായി തോന്നിപ്പിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു ബുദ്ധിയും വിവേചനശേഷിയും നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഖുർആനും സുന്നത്തും പഠിക്കാനുള്ള എല്ലാവിധ സോഴ്സുകളും നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ തുറന്ന മനസ്സോടുകൂടി ദീനിനെ മനസ്സിലാക്കാൻ, ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങൾക്ക് ക്ഷണികമായൊരു ജീവിതമാണ് ദുനിയാവിലുള്ളത്. ആ ജീവിതത്തിൽ യഥാവിധം ദീനിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. ഒരു മുൻധാരണയുമില്ലാതെ ഖുർആന്റെ ആശയങ്ങളെ, തിരുസുന്നത്തിനെ സമീപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ജീവിതത്തിലുടനീളം ഈ അർത്ഥത്തിൽ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ അവസാനം നഷ്ടകാരികളായി നിന്നിലേക്ക് മടങ്ങുന്ന ആളുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തലേ നാഥ. പടച്ചവനെ, നാളെ നിന്റെ അടുക്കൽ എത്തുമ്പോൾ എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ജീവിച്ച ജൂതന്മാരുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. വലിയ വ്യാമോഹത്തിലാണ് അവർ ജീവിച്ചത്. അല്ലാഹുവേ, അവർക്കുള്ളത് നഷ്ടമാണെന്ന് നീ സവിശേഷമായി ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു, അത്തരം വ്യാമോഹങ്ങളെ പിന്തുടരുന്ന ആളുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തലേ നാഥ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും മാത്രമല്ല ഈ സമൂഹത്തിനും ഈ ദിശാബോധം നൽകി നീ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളുടെ പ്രിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നീ ഒരുമിപ്പിക്കണേ നാഥ. ഞങ്ങൾക്ക് നൽകിയത് എന്താണോ, ബുദ്ധി, അറിവ്, സമ്പത്ത്, ആരോഗ്യം, എല്ലാം നിന്റെ മാർഗത്തിൽ വ്യയം ചെയ്യാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ക്ഷണികമായ ദുനിയാവിന്റെ നശ്വരത മനസ്സിലാക്കി അനശ്വരമായ പരലോക ജീവിതത്തിന് വേണ്ടി മുൻകരുതലോടുകൂടി പണിയെടുക്കുന്ന മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ഈ ഘട്ടത്തില് നീ തരുന്ന പരീക്ഷണങ്ങളെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. പ്രത്യേകമായിട്ട് ഞങ്ങൾക്കിടയിൽ പല ആളുകളും നിന്റെ പരീക്ഷണം, രോഗം, അത്തരം ബുദ്ധിമുട്ടുകളോടെ കഴിയുന്ന ആളുകളുണ്ട്. സവിശേഷമായി അടുത്തുള്ള ഹോസ്പിറ്റലിലുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ബോധ്യമുണ്ട്, ആരെത്ര ചികിത്സിച്ചാലും നീയാണ് ശിഫ നൽകുന്നവൻ. അൻത ശാഫി ലാ ശിഫാഅൻ ഇല്ലാ ശിഫാഉക ശിഫാഅ. അല്ലാഹുവേ, പൂർണ്ണമായ ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ നാഥ. കൂടെയുള്ള ആളുകൾക്ക് അവരുടെ സമയം, അവരുടെ ആ ക്ഷമ അമലു സ്വാലിഹാത്തായി നീ സ്വീകരിക്കണേ നാഥ. പടച്ചവനെ, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് നീ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും, പ്രത്യേകമായി എടുത്തു പറയാത്ത എല്ലാ വശങ്ങളെയും അനുഗ്രഹപൂരിതമാക്കി നീ മാറ്റി തീർക്കണേ നാഥ. അല്ലാഹുവേ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഖൈറ്, ബർക്കത്ത് ചൊരിയണമേ നാഥ. ബിസിനസ്സിലാകാം, ജോലിയിലാകാം, പഠനത്തിലാകാം. അല്ലാഹുവേ, നീയാണ് റഹ്മത്ത് ചൊരിയുന്നവൻ, അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഒരിക്കലും ഞങ്ങളെ കൈവിടല്ലേ നാഥ. അല്ലാഹുവേ, നീ കൈവിട്ടാൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ, സംരക്ഷിക്കാൻ മറ്റാരുമില്ല. അല്ലാഹുവേ, ചേർത്ത് നിർത്തണമേ നാഥ. സവിശേഷമായി മക്കളെ നിന്നിലേക്ക് ചേർത്ത് നിർത്തണമേ നാഥ. മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ നാഥ. കൺകുളിർമുള്ള കുടുംബജീവൻ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ സമൂഹത്തെ നന്മയുടെ പാതയിലേക്ക് കൈപിടിച്ചുയർത്താൻ നീ അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ثبت أقدامنا على القوم الكافرين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تسي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تسلط علينا من لا يخافك ولا يرحمنا.
اللهم لا تسلط علينا من لا يخافك ولا يرحمنا. اللهم لا تسلط علينا من لا يخافك ولا يرحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم خاصة إسرائيل الصهيونيين في فلسطين يا رب العالمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. السلام.